സുസ്ലോൺ ഓഹരിയിൽ വീണ്ടും നല്ല മുന്നേറ്റം കാണാൻ സാധിക്കുന്നു. 3% മേലെയാണ് സുസ്ലോൺ ഓഹരിയിൽ നിന്നും മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഒരു ഓഹരി ബെസ്റ്റ് സ്റ്റോക്ക് ഓഫ് ദി ഇയർ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു. ഇത്തരം നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ് നല്ലൊരു പിന്നെയും ഒരു ശുഭവാർത്ത. വീണ്ടും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും ആ ഒരു ശുഭവാർത്തകൾ തന്നെയാണ് സുസ്ലോൺ ഓഹരികളിൽ ഇക്കൊല്ലം നമുക്ക് കാണാൻ സാധിച്ചത്. ഈ കൊല്ലം നമുക്ക് അവസാനിക്കാൻ നിക്കലെ പോലും ഇത്തരം ഒരു മാനേജ്മെന്റ് ഒരിക്കൽ നിരാശപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ ഇതിന്റെ പിന്നാലുള്ള ബാക്ക് സ്റ്റോറിയും കൂടി അറിയാം. നമുക്ക് ഈ സുസ്ലോൺ ഓഹരിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 100.8 മെഗാവോൾട്ട് ആണ് ഇത്തരം ഒരു വലിയൊരു ഓർഡർ തന്നെയാണ് വിൻഡ് ടർബൈൻസിൽ അവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇത്തരം ഒരു പ്രൊജക്റ്റുകൾ, ഈ ഒരു പ്രൊജക്റ്റ് മെയിൻ ആയിട്ടും നമുക്ക് കാർബൺ ന്യൂട്രൽ ഇന്ത്യനെ ആക്കാനായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് പുഷ് ചെയ്യുക. ഇത്തരം ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 32 ഈ ഒരു വിൻഡ് ടർബൈൻസ് ആണ് അവർക്ക് ഒരു വലിയൊരു ക്ലയന്റിൽ നിന്നും, ഇന്റർനാഷണൽ ക്ലയന്റിൽ നിന്ന് അവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. 3.4 മെഗാവോൾട്ട് വിൻഡ് ടർബൈൻ ജനറേറ്റർ ആണ് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ലൊക്കേഷൻ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുജറാത്ത് തന്നെയായിട്ടാണ്. ഇവരും നമുക്ക് മാർക്കറ്റ് ഹവേഴ്സിൽ വന്നൊരു ന്യൂസ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും ഈ ഒരു സമയം വരെ ലഭിച്ചിരിക്കുന്ന എല്ലാ ഡാറ്റയും വിലയിരുത്തി നമുക്ക് ഈ ഒരു ഡാറ്റ വിവരം കൂടി നടത്താം. എത്രയാണ് സുസ്ലോൺ ഇനിയും നമുക്ക് കുതിക്കാൻ സാധ്യതയുണ്ടോ? നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, നമുക്ക് നിഫ്റ്റി 21,000 മറികടക്കുമ്പോൾ എല്ലാം ഒട്ടുമിക്ക സ്റ്റോക്കുകളും നമുക്ക് ഓൾ ടൈം ഹൈയിലും നമുക്ക് 52 ആഴ്ചയുടെ ഏറ്റവും ഉയർന്ന ലെവലിൽ കാണുമ്പോൾ നമ്മൾക്കൊരു ഫിയർ സെന്റിമെന്റ്സ് തന്നെയാണ്. ഇത്തരം ഒരു ഓഹരിയിൽ നമുക്ക് ഇനിയും നമുക്ക് നിക്ഷേപിക്കാമോ? പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് നമ്മൾക്ക് ബാധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കമ്പനി ഫണ്ടമെന്റലി ഗ്രോ ചെയ്യുന്നുണ്ടോ, ഇനി നമുക്ക് ഗ്രോത്ത് എക്സ്പാൻഷൻ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം ഒരു ന്യൂസ് തന്നെയാണ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് വാല്യൂ ഇൻവെസ്റ്റിംഗ് രീതിയിൽ പരിഗണിക്കുക. നമുക്ക് നോക്കേണ്ട കാര്യം, സുസ്ലോണിനെ പറ്റി സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം വൈസ് ചെയർമാനും സിഇഒയുടെ കമന്റേറ്റർ തന്നെയാണ്. ഇവർ നമുക്ക് നോക്കാം. വൈസ് ചെയർമാൻ പറയുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ് തന്നെയാണ്. വൈസ് ചെയർമാൻ പറയുന്നത് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ 3 മെഗാവോൾട്ട് വിൻഡ് ടർബൈൻ തന്നെയാണ് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറ്റഗറി. 3.4 മെഗാവോൾട്ട് എന്നുള്ള ഒരു വിൻഡ് ടർബൈൻ നമുക്ക് ഏറ്റവും മാക്സ് പീക്ക് ലെവലിലുള്ള അഡ്വാൻസ്ഡ് വേർഷൻ തന്നെയാണ്. അതാണ് നമുക്ക് ഈ ഒരു സുസ്ലോൺ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്നും അത്തരം ഒരു ഓർഡർ ആണ് ഇപ്പോൾ സുസ്ലോൺ ഈ ഒരു മാർക്കറ്റ് ലീഡർ പൊസിഷനിലോട്ട് കരസ്ഥമാക്കാൻ പറ്റിയ ഒരു ഓർഡർ തന്നെയാണ് സുസ്ലോൺ ലഭിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു കാര്യം നമുക്ക് ഈ ഒരു ഓർഡറിനെ പറ്റി നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഗവൺമെന്റ് റെഗുലേറ്ററി അപ്രൂവൽസിനെ കുറിച്ച്. ഗവൺമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസമേ അംഗീകരിച്ചിരിക്കുന്ന ഒരു പ്രൊജക്ട് ഡീൽ തന്നെയാണ് നമുക്ക് അനലിസ്റ്റുമാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ നോക്കി വരാം. സുസ്ലോണിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അധികം അറിയാത്ത ആൾക്കാരെ പറ്റി നമുക്ക് ഈ ഒരു സുസ്ലോണിനെ പറ്റി വിവരിക്കുമ്പോൾ ഫിനാൻഷ്യൽസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം വെറും 56.47 കോടി ലാഭം പ്രഖ്യാപിച്ചിരുന്ന കമ്പനി ഇത്തവണ Q2 ഫലം പ്രഖ്യാപിച്ചപ്പോൾ 102.29 കോടിയാണ് പ്രഖ്യാപിച്ചിരുന്നത്. നല്ലൊരു ഇയർ ഓൺ ഇയർ വളർച്ച തന്നെയാണ് സുസ്ലോൺ രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് നമുക്ക് ഇത്തരം ഒരു പ്രൊജക്റ്റിനെ പറ്റി വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇത്തരം ഒരു സപ്ലൈന്റെ സ്കോപ്പും സൂപ്പർവിഷനും കമ്മീഷനിങ്ങും കൂട്ടുമെന്ന് സുസ്ലോൺ രേഖപ്പെടുത്തിയിരുന്നു. ഇനി നമുക്ക് വൈസ് ചെയർമാൻ്റെ കൂടി കമന്റ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് ലീഡർ തന്നെയായിട്ടാണ് ഇത്തരം നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പും ആകട്ടെ ഡീൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചെന്നും വൈസ് ചെയർമാൻ രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഗുജറാത്തിൽ വരാൻ പോകുന്ന ഇത്ര വലിയൊരു ഡീലിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ഗുജറാത്തിന് കൂടുതൽ ക്ലീനും ഗ്രീനും റിന്യൂവബിൾ പവറിലോട്ട് മാറ്റും എന്നുള്ള ഒരു ശുഭവാർത്ത തന്നെയാണ് ഇവിടെ വൈസ് ചെയർമാൻ ഗിരീഷ് താന്തി നൽകിയത്. നമുക്കിനി സിഇഒ JP ചൽസാനിയുടെ ഒരു വ്യൂസും കൂടി നോക്കുമ്പോൾ നമുക്ക് ഇത്തരം ഒരു ലീഡർഷിപ്പ് വ്യൂസും ഇനി മുന്നോട്ടുള്ള ഗ്രോത്ത് പ്രോസ്പെക്ടസിനെ കുറിച്ചുള്ള നല്ലൊരു വാർത്തകൾ, നല്ലൊരു വിഷൻ തന്നെയാണ് മുന്നോട്ടും സിഇഒ നയിച്ചത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു പ്രൊജക്റ്റിൻ്റെ കൂടുതൽ ഫോക്കസ് ഇനിയും അവർ നൽകുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലോട്ടായിരിക്കും. ഇത്തരം ഒരു ടർബൈൻ്റെ പെർഫോമൻസും കൂടുതൽ എനർജി ചെറിയ ഇൻസൈറ്റ് ആണെങ്കിൽ പോലും കൂടുതൽ എനർജിയും കോസ്റ്റ് ഓഫ് എനർജി ചുരുക്കിയിട്ട് പരമാവധി പ്രൊഡക്ടിവിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ മാനേജ്മെൻറ്റ് രേഖപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾക്ക് ഇത്തരം ഒരു പാർട്ട്ണർഷിപ്പ് ഡീൽസ് പറ്റി നോക്കേണ്ടതായിട്ടുണ്ട്. അവർ ഇത്തരം ഒരു പ്രൊഡക്റ്റുകൾ നമുക്ക് ചാനലൈസ് ചെയ്യുന്നത് മറ്റൊരു കമ്പനി മൂലം തന്നെയാണ്. അതിൻ്റെയും ഡീൽ അവർ കരാർ ഉറപ്പിച്ചിരിക്കുന്നു. ഗുജറാത്ത് ഊർജ വികാസ്
ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡ് ആയിട്ടാണ് ഇത്തരം ഒരു എനർജി അവർ കൈമാറുകയും അത്തരം ഒരു കമ്പനിയാണ് ഇത്തരം ഒരു ഇലക്ട്രിസിറ്റി അവർ ചാർജ് ചെയ്യാൻ പോകുന്നത്, ചാനലൈസ് ചെയ്യാൻ പോകുന്നതും കൂടി രേഖപ്പെടുത്തിയിരുന്നു. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ക്ലയൻസുകൾ ഇതിന് ഉണ്ടാവുമോ, നമുക്ക് പുതിയൊരു ഇത്തരം ഓർഡറുകൾ ഗുജറാത്തിലോട്ട് വരുമ്പോൾ ഇത്രയും 32ഓളം ഏറ്റവും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിൻഡ് ടർബൈൻസ് നമുക്ക് ഗുജറാത്തിലോട്ട് വരുമ്പോൾ ആരെങ്കിലും ക്ലയൻസ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അനലിസ്റ്റുമാർ രേഖപ്പെടുത്തുന്നത് 70,000-ന് മേലെ വീടുകളിലോട്ട് ഇത്തരം ഒരു കറണ്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും മാനേജ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ നല്ല ലോങ് ടേം പ്രോസ്പെക്ടസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾക്ക് ഇനിയും നമുക്ക് വളർച്ച തന്നെയായിട്ടാണ്, മാർക്കറ്റ് ലീഡർ തന്നെയായിട്ടാണ്, ഒരു 17 രാജ്യങ്ങളോളം എക്സ്പാൻഡ് ചെയ്ത ഒരു കമ്പനി തന്നെയാണ് സുസ്ലോൺ. അതിനാൽ തന്നെ നമുക്ക് ഇനിയും ഒരു ഗ്രോത്ത് പ്രോസ്പെക്ടസ് കാണാൻ സാധിക്കും. തുടർച്ചയായിട്ടുള്ള അപ്ഡേറ്റ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ BSE പവർ ഇൻഡെക്സിലും ഉടനെ തന്നെ നമുക്ക് ഈ ഓഹരി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാര്യം.